സുഹൃത്തുക്കളെ, തനിനാടൻ മലയാളി ജോസ് തരിയത്ത്. ഏറ്റുമാനൂർ നടന്ന ആ ട്രാജഡിയെപ്പറ്റി ഞാൻ ഇതുവരെ ഒരു വാക്ക് മിണ്ടിയില്ല. മനഃപൂർവ്വമാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പണ്ഡിറ്റുകളും വിദൂഷകരും അതിനെപ്പറ്റി വളരെ ഗാഢമായി അതിനെപ്പറ്റി പഠിച്ചു, അതിനെപ്പറ്റി വിമർശിച്ചു, അതിനെപ്പറ്റി ചർച്ച ചെയ്തു, അവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തി. ഞാൻ മിണ്ടാതിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ്, കൺക്ലൂഷൻസാണ്. അതിലൊന്ന്, ഈ ഷൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ നോവി, അവനൊരു മദ്യപാനിയും ഒരു ഭാര്യ പീഡകനുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ശരിയാണ്, ഭാര്യ പീഡകനായിരുന്നു എന്നുള്ളത് ശരി. പക്ഷേ അദ്ദേഹം ഒരു ക്രോണിക് ആൽക്കഹോളിക് അല്ലെങ്കിൽ ഒരു സ്ഥിരം മദ്യപാനിയായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ പറയാം. കാരണം നോബി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഗൾഫിൽ ഒരു ഓയിൽ റിഗിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ഓയിൽ റിഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടലിൽ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന സ്ട്രക്ചർ, അതിനാണ് റിഗ് എന്ന് പറയുന്നത്. ഭൂലോകമായിട്ട് ബന്ധമില്ല, കരഭൂമിയായിട്ട് ബന്ധമില്ല. ആൽക്കഹോൾ 100% നിഷിദ്ധം, സ്മോക്കിംഗ് 100% നിഷിദ്ധം. അപ്പോൾ അവരുടെ ഡ്യൂട്ടി 3 മാസം ഡ്യൂട്ടിയിലും 3 മാസം അവധിയിലുമാണ്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ളൊരു മദ്യപാനിക്ക്, ഒരു ആൽക്കഹോളിക്കിന് അവിടെ 3 മാസം മദ്യപാനം ചെയ്യാതെ ജീവിക്കാൻ സാധ്യമല്ല. ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് ഈ മദ്യപാനം വീട്ടിൽ വരുമ്പോൾ, അവധിക്ക് വരുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീ പീഡനവും അതുപോലെ തന്നെ. അതിനെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഉണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇദ്ദേഹത്തെ നീതീകരിക്കുകയല്ല. എന്താണ് അദ്ദേഹത്തെ ട്രിഗർ ചെയ്തത്? ഞാൻ പറയാം. ഇവിടെയാണ് ബോബി എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ആ കള്ളക്കത്തനാർ കടന്നു വരുന്നത്. എൻ്റെ തോന്നൽ ശരിയാണെങ്കിൽ, എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ, ഈ ഷൈനി വളരെ സാമാന്യ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. BSc നഴ്സിംഗ് പാസ്സായ അഭ്യസ്ത വിദ്യയായ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ വികടൻ, ഈ കള്ളപ്പാതിരി ബോബി എന്ന പാതിരിക്ക് ഇവളെ പണ്ടേ നോട്ടമുണ്ടായിരുന്നു. ഇന്നോ ഇന്നലെയോ അല്ല, പണ്ടേ തുടങ്ങി നോട്ടമുണ്ടായിരുന്നു. കൈയിട്ട് വരാൻ അയാൾ നോക്കിയിട്ട് ഷൈനി സമ്മതിച്ചില്ല. ആ സമ്മതിക്കാത്തതിൻ്റെ വൈരാഗ്യം ഈ കള്ളക്കത്തനാർ അകത്തു വെച്ചുകൊണ്ട് നടന്നു. വൈരാഗ്യം, മനസ്സിലായില്ലേ? പകരം വീട്ടാനുള്ള ആ അഭിവാഞ്ച മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. അപ്പോൾ പിന്നെ ഈ കത്തനാരുടെ പൈശാചികമായിട്ടുള്ള ചിന്ത ഇവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും സംശയത്തിൻ്റെ ഷൈനിയുടെ നേർക്ക് എന്തെങ്കിലും സംശയത്തിൻ്റെ വിത്തുകൾ അയാൾ പാകിക്കൊടുത്തില്ലേ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ആ പാകിക്കൊടുത്ത സംശയത്തിൻ്റെ പുറത്ത് ഈ ഹസ്ബൻഡ്, ഷൈനിയുടെ ഭർത്താവിന് ഇവളിൽ സംശയം ജനിച്ചിരിക്കാം. കാരണം ഇവൻ 3 മാസം ആബ്സെൻ്റാണ്. ഓക്കെ. അപ്പോൾ തികച്ചും ഈ കത്തനാർ ദുഷ്ടനായ ഒരു കുറുക്കനും ഒരു വക്കീലുമാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഈ ഇളയ അനുജൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്ത് ഈ ഭാര്യയോട് ഒരു വെറുപ്പ്, ഒരു സംശയം സൃഷ്ടിക്കാൻ ഈ കത്തനാർ ശ്രമിച്ചു എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ. അതുകൊണ്ടാണ് അവൻ തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ, കപ്പലിൽ നിന്ന് 3 മാസത്തേക്ക് തിരിച്ച് അവധിക്കെത്തുമ്പോൾ അയാളുടെ രോഷം ഇവൾക്ക് നേരെ ആളിക്കത്തിയത്. അതായിരിക്കണം കാര്യം. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ വൈരാഗ്യം വീട്ടിൽ, ഈ സപ്രസ്ഡ് സെക്ഷൽ ഫാൻറ്റസി, ഈ സപ്രസ്ഡ് സെക്ഷൽ അട്രാക്ഷൻ, എ ഫാറ്റൽ അട്രാക്ഷൻ, ആ അട്രാക്ഷൻ, ആ പക ആണ് ഈ കത്തനാരെ, ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ബിനുവിനെ തെറ്റിദ്ധരിപ്പിച്ച് അവളുടെ നേരെ, ഷൈനിയുടെ നേരെ, ഷൈനിക്കെതിരെ തിരിച്ചതല്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരെ, ഈ വൈദികനെതിരെ തീർച്ചയായിട്ടും ന്യായമായിട്ടും തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉടുപ്പൂരിയിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ജയിലിലടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പണ്ടത്തെ മറിയക്കുട്ടി കൊലക്കേസ് തുടങ്ങി, സിസ്റ്റർ അഭയ തുടങ്ങി, അങ്ങനെ നിരപരാധികളുടെ രക്തത്തിൻ്റെ കറ നമ്മുടെ പുരോഹിത വർഗത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ സഭ ഇതുപോലുള്ള ഇന്നസെൻ്റ് ആത്മാക്കളെ ഫെയിൽ ചെയ്തു. ഓക്കെ.
അവരുടെ വൈദികരെ നീതീകരിക്കും. അവർ വ്യഭിചാരികളായാലും അവർ കൊലപാതകികളായാലും അവർ എന്ത് അന്ധക്കരണം ചെയ്താലും അവരെ നീതീകരിക്കാനും ന്യായീകരിക്കാനും അവരെ ഡിഫെൻഡ് ചെയ്യുവാൻ എത്ര കോടി ചിലവാക്കുവാനും നമ്മുടെ സഭാ നേതൃത്വം തയ്യാറാകും. അതാണ് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അവരെല്ലാം നീതീകരിക്കാനും വെളുപ്പിക്കാനും മാത്രമേ നമ്മുടെ സഭ തയ്യാറായിട്ടുള്ളൂ. ഒരിക്കലും അവരെ നിയമത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുവാൻ നമ്മുടെ സഭ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞാലും ദർ ഈസ് നോട്ട് ഗോയിങ് ടു ബി എനി സൊല്യൂഷൻ, ഓക്കെ, എനി ആക്ഷൻ ഫ്രം ദ റിലീജിയസ് അതോറിറ്റീസ്, ഫ്രം ദ ഹൈറാർക്കി ഇസ് നോട്ട് ഗോയിങ് ടു ബി. ഷൈനിക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല. കാരണം അതിനെതിരായിട്ട് നിൽക്കുന്ന ശക്തികൾ, ഈ വൈദികനെ വെളുപ്പിക്കുവാൻ നിൽക്കുന്ന ശക്തികൾ അത്രയ്ക്ക് പ്രബലമാണ്. ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു സൊല്യൂഷനാണ് കാണുന്നുള്ളൂ. അതെന്താണ്? അതൊരു ചടങ്ങാണ്, നിസ്സാര ചടങ്ങാണ്. അവർക്ക് പൗരോഹിത്യം കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ചടങ്ങാണ് എനിക്ക് ഒരു സൊല്യൂഷനായിട്ട് തോന്നുന്നത്. കാരണം അവർക്ക് പട്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല നടപടികളുണ്ട്. പഠിക്കുമ്പോൾ തുടങ്ങി അവർ ചമാച്ചനാകുന്നു, അത് കഴിഞ്ഞ് അവർ ഫിലോസഫി പഠിക്കുന്നു, തിയോളജി പഠിക്കുന്നു, അത് കഴിഞ്ഞ് അവർ ഡീക്കണാകുന്നു. അതൊക്കെ കഴിഞ്ഞാണ് 10-12 വർഷം കഴിഞ്ഞാണ് അവർക്ക് പട്ടം കിട്ടുന്നത്. എന്നാൽ ഈ പട്ടത്തിൻ്റെ ചടങ്ങ് തന്നെ വളരെ വിപുലമാണ്. 1.5 മണിക്കൂർ എടുക്കുന്ന ചട്ടമാണ്. അവർ സ്ഥൈര്യലേപനം അല്ലെങ്കിൽ എന്തെങ്കിലും തൈലം പൂശുന്ന പരിപാടിയുണ്ട്. അവരുടെ തലമുടി ഒരു കഷ്ണം മുറിച്ച് ചെയ്യുന്ന എന്തൊക്കെ പരിപാടികളുണ്ട്. അതുപോലെ ഞാൻ പറയുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. ആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ശല്യങ്ങളിൽ നിന്ന് നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ സഹോദരിമാർക്കും സമാധാനമായിട്ടൊരു സുരക്ഷ കിട്ടുമെന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റേത്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിച്ഛേദനം. അതിന് പേടിക്കണ്ട. ഇപ്പോൾ നമ്മുടെ കല്ലായ പള്ളികളിൽ കർട്ടനുണ്ട്. അപ്പം പട്ടം കൊടുക്കൽ ചടങ്ങിൻ്റെ അവസാന ഭാഗം എന്ന രീതിയിൽ ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ ആ ചുവന്ന കർട്ടൻ വലിച്ചടയ്ക്കുക. എന്നിട്ട് മെത്രാന്മാരും മറ്റ് കാർമ്മികരും കൂടി നമ്മുടെ ഈ പട്ടമേൽക്കാൻ പോകുന്ന ചമ്മാച്ചനെ അങ്ങ് മുറിച്ച് കളഞ്ഞേക്കുക. എന്താ മുറിച്ച് കളയേണ്ടത്? ഞാൻ പറഞ്ഞത് തന്നെ, ആ 2 കിടുങ്ങാമണി ഉണ്ടല്ലോ, അതങ്ങ് മുറിച്ച് കളഞ്ഞേക്കുക, ഒരൊറ്റ വെട്ട്. അതായിരിക്കണം ലാസ്റ്റ്, ഈ പട്ടത്തിൻ്റെ ലാസ്റ്റ് കർമ്മം. ഓക്കെ, അതങ്ങ് ഈ 2 സാധനം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഈ സാധനം കൊണ്ട് ഒരു ഉപയോഗമില്ലാതെയാവും. നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് സമാധാനപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കന്യാസിമാർക്ക് സമാധാനമായിട്ട് ജീവിക്കുവാൻ പറ്റും. ഇതുപോലുള്ള ട്രാജഡികൾ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ സഭാ നേതൃത്വം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവരെ വന്ധ്യംകരിക്കുക, ഇവരുടെ ബോൾസ് എടുത്ത് കളയുക. അത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ സഹോദരിമാർക്കും ബന്ധുക്കളായ സഹോദരിമാർക്ക് പോലും, ഇവരുടെ സ്വന്തം ബന്ധുക്കൾക്ക് പോലും സമാധാനമായി പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുവാൻ സാധിക്കും. ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് ഞാൻ ഒരിക്കലും നീതീകരിക്കുന്നില്ല. പക്ഷേ ഷൈനി എല്ലാ അവസരങ്ങളും മുട്ടി. സഭ കൈയൊഴിഞ്ഞു, വൈദികം കൈയൊഴിഞ്ഞു. ആത്മീയമായി നോക്കേണ്ട ഒരു ആത്മീയ പുരുഷൻ ആത്മീയമായും ശാരീരികമായും അവളെ നശിപ്പിക്കുവാൻ നോക്കി. അവളുടെ ഗതി മുട്ടി. അവൾക്ക് ആശയില്ലാതെയായി, പ്രതീക്ഷയില്ലാതെയായി. വളർന്നു വരുന്ന 2 പെൺകുട്ടികൾ, അതും സുന്ദരികളായ പെൺകുട്ടികൾ. ആ കുട്ടികളെ ലോകത്തിൽ ഇട്ടിട്ട് അവൾക്ക് പോകാനായിട്ടുള്ള അമ്മ എന്നുള്ള രീതിയിൽ അവൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഈ ട്രാജഡി ചെയ്തു. ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. പക്ഷേ ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ എൻ്റെ ബുക്കിൽ, എൻ്റെ മനസ്സിൽ സ്വന്തം ഹസ്ബൻഡിനേക്കാൾ കൂടുതൽ ഇതിന് ഉത്തരവാദി ബോബി എന്ന ആ പാതിരിയാണ്. ദാറ്റ്സ് റൈറ്റ്. ഒരു കാര്യം ഞാൻ പറയാം, ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട സമയത്ത് ആ പുരോഹിതൻ അത് ചെയ്തില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആ സഹോദരി ഷൈനി എന്ന സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒരു കൈത്താങ്ങ് കൊടുക്കുകയും ചെയ്യേണ്ട ആ വൈദികൻ ആ കടമയെ നിർവഹിച്ചില്ല. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, അഭിഷിക്തനെന്നും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെന്നുമൊക്കെ വാചകമടിച്ച് നടക്കുന്ന ഈ പാതിരിയാണ് ഇതിനുത്തരവാദി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.